ഹായ് ഫ്രണ്ട്സ് മൈ ഫാൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മളൊരു വലിയ ഗീവ് അവേ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗീവ് അവേ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. എനിക്കിവിടെ കുറച്ച് സ്ഥലപരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓവറായിട്ട് കുറച്ച് ഫിഷുകളുണ്ട്. എന്നെ കൊണ്ട് ഇവിടെ നോക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഫിഷുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലൊരു പെയർ ഫിഷിനെ, ഒരു ഏഞ്ചൽ ഫിഷിനെ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. എനിക്ക് നോക്കാൻ വേണ്ടി എന്താ പറയുക, സ്ഥലം സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അക്വേറിയം ഷോപ്പിൽ നിന്ന് കുറച്ച് ഫിഷിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പെയറാക്കാൻ വേണ്ടിയിട്ട് പെയറായി എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളായി നിൽക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ പെയറിനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ക്വാളിറ്റിയിലെ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പെയർ ആവും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ നോക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല, എഗ്ഗ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പാരൻറ്റിങ്, നല്ല കെയറിങ് ചെയ്യുന്ന നല്ല അടിപൊളി ഫിഷിനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അത് എനിക്കിവിടെ നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ബെറ്റ ഫിഷിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു 3-4 ബ്രീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുന്നുണ്ട്. ടാങ്കുകൾ മാറ്റി ഇടേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ എല്ലാത്തിനെയും കൂടി നോക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഇവിടെ ഇട്ടിട്ട് ചത്തു പോയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നോക്കാണ്ട് കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളത് വെറുതെ വെക്കുന്നതിനേക്കാൾ നല്ലത് തന്നെ ആവശ്യമുള്ള നോക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും കൈമാറുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഷിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടി വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഫിഷിനെയും കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനുശേഷം എങ്ങനെയാണ് ഗിവ് അവേ എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പെയർ ഏഞ്ചൽ. നമ്മളൊരു അത്യാവശ്യം നല്ല വില കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു പെയറായിട്ട് തന്നെ മേടിച്ചിട്ടുള്ളൊരു ഏഞ്ചലാണിത്. അപ്പോൾ ഈ ഏഞ്ചലിന് ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ എഗ്ഗ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഗ്ഗ് മുഴുവൻ വാല് വന്ന് നിൽക്കുന്ന കുട്ടികളെ മുഴുവൻ ഇവർ തിന്ന് തീർക്കുകയാണ് ചെയ്തത്. ഒരു കുഞ്ഞിനെ പോലും ഇവർ ബാക്കി വെച്ചില്ല, അല്ലെങ്കിൽ എന്താ പറയുക, വളർത്താനുള്ള രീതിയിൽ വെച്ചിട്ടില്ല. എല്ലാത്തിനും ഇവർ തിന്ന് തീർത്തു. അതിന് പ്രധാനമായിട്ടുള്ള പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് സേഫായിട്ട് തോന്നുന്നുണ്ടാവില്ല. എന്നെ പരിചയമില്ല, ഞാൻ പുതിയ ആളാണ്, പുതിയൊരു ഓണറാണ്, അപ്പോൾ എന്നെ പരിചയം ഉണ്ടാവില്ല, ഞാൻ ഉപദ്രവിക്കുകയോ സേഫ് ആണോ എന്നൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എടുക്കുന്നുള്ളതല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ വേറെ ആൾക്കാരെ കാണുന്നുണ്ടാവും, അപ്പോൾ അതൊന്നും അവർക്ക് സേഫായി തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അടുത്ത ബ്രീഡിങ്ങിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെ എഗ്ഗ് മാറ്റി വെച്ച് വിരിക്കുന്ന ഒരു രീതി സെറ്റപ്പ് നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ സുഹൃത്തും നമ്മുടെ സബ്സ്ക്രൈബറുമായിട്ടുള്ളൊരു ആൾ തന്ന ഫിഷുകളാണ് ഈ 3 ഇവരെ ഞാൻ മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കി, പക്ഷേ ഇതുവരെ ആരും ഒരു പെയർ ആവുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിലാണും പെണ്ണുണ്ട്, പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒന്നും ആയി കിട്ടുന്നില്ല. അപ്പോൾ ഇവരെ നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യണം, ഇവരെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ഗോൾഡൻ ടോപ്പ്. നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നും മേടിച്ചുകൊണ്ട് വന്ന് പെയറാക്കാൻ വേണ്ടിയിട്ടിട്ട് കറക്റ്റായിട്ട് പെയറായി കിട്ടിയ ഒരു അതേ എന്താ പറയുക, പെയർ മാറി പെയറാവാതെ കറക്റ്റ് അതേ ബ്രീഡിലുള്ള ഗോൾഡൻ ടോപ്പുകൾ തന്നെ 2 പേരും കൂടി പെയറായതാണ് ഈ കാണുന്നത്. നല്ല ആക്റ്റീവാണ്, നല്ല അഗ്രഷനാണ്, കുട്ടികളെ നല്ല കെയറിങ് ആണ്. നമ്മൾ തൊടാൻ പോലും സമ്മതിക്കില്ല. നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു അഗ്രഷനാണ് ഈ കാണുന്നത്. നമ്മളെ അടുപ്പിക്കില്ല, കുട്ടികളെ ഫുൾ ടൈം കൂടെ നിർത്തി നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു പെയറും കൂടി, ഒരു ബാച്ചും കൂടി കുട്ടികൾ വരെ വേണം എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ ഇവരെ എന്താ പറയുക, പാരൻസിനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കുട്ടികളെ ആ ഒരു ടാങ്കിലിനെ കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു ഇവരെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് പോകുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡൻ ടോപ്പിൻ്റെ അടിപൊളി ഫിഷ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല രസം തന്നെയുണ്ട് കാണാനായിട്ട്. കുഴപ്പമില്ലാത്ത അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെങ്കിലും അങ്ങനെ എന്താ പറയുക, ഒരു മോശം എന്നൊന്നും പറയാനുള്ള അങ്ങനെ സംഭവമേ ഇല്ലാത്ത നല്ല അടിപൊളി പെയർ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒരു പെയറായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ടാങ്കിൽ കൊണ്ടിട്ടേക്കാണ് അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ അടുത്ത ബ്രീഡിങ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത ബ്രീഡിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഗിവ് അവേ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബാച്ച് കുഞ്ഞുങ്ങളെയും കൂടി എനിക്ക് എടുക്കണം, കാരണം എനിക്ക് അത്രയും നല്ല ഫിഷായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ബാച്ച് കുഞ്ഞുങ്ങളെയും കൂടി എനിക്ക് എടുത്തിട്ട് ഒന്ന് അവരെ വളർത്തി വലുതാക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ, അതായത് ഒരു ബ്രീഡിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഗിവ് അവേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഷിനെ ആയിരിക്കും ഞാൻ ഗിവ് അവേയിലൂടെ തരിക. അപ്പോൾ കൊറിയറായിട്ട് തന്നെ ഫിഷിനെ അയച്ചു തരും. നിങ്ങൾ കാശൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാകെ ചെയ്യേണ്ടത് മാക്സിമം ലൈക്ക് വാരിക്കൂട്ടുക. അതായത് നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അടിക്കുക. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്ക് കിട്ടുന്നോ അവർക്കായിരിക്കും ഈ പ്രൈസ് കിട്ടുക. അടുത്ത ഇവർ ബ്രീഡ് ആകുന്ന വരെ ആയിരിക്കും നമ്മുടെ
ഈ ഒരു ഗിവ് അവേയുടെ ടൈം. അപ്പോൾ അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാക്സിമം ലൈക്ക് നിങ്ങളുടെ കമൻറ്റിന് മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്യാനായിട്ട് വേറൊന്നുമില്ല, മാക്സിമം ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അതിലുണ്ടെന്ന് പറയുക, ആ കമൻറ്റിന് ഒരു ലൈക്ക് അടിക്കാൻ പറയുക. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളതെന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്ത ബ്രീഡിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ ഗിവ് അവേയുടെ റിസൾട്ടും ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഗിവ് അവേ എങ്ങനെ കിട്ടാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആരുടെ കമൻറ്റിനാണോ ആ ആൾക്കായിരിക്കും നമ്മുടെ ഗിവ് അവേയുടെ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ആൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊറിയറായിട്ട് ഫിഷിന് അയച്ചു തരും. ഗിവ് അവേ വിജയിച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ആ കമൻറ്റിന് താഴെ ഞാൻ വന്നിട്ടൊരു മെസ്സേജ് ഇടും. എനിക്ക് കോൺടാക്ട് നമ്പർ തരാൻ വേണ്ടി ഞാൻ മെസ്സേജ് ഇടും. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ തരുന്ന ആൾ ആ കമൻറ്റ് ബോക്സിലൂടെ തരുന്ന ആൾക്കായിരിക്കും, അതായത് ഒരു വെരിഫിക്കേഷന് വേണ്ടി തന്നെയാണ്. ആ ഒരു കമൻറ്റ് ബോക്സിനുള്ളിൽ തന്നെ ഫോൺ നമ്പർ തരുന്ന ആൾക്കായിരിക്കും ഞാൻ വിളിച്ച് അഡ്രസ്സ് വാങ്ങി കൊറിയറായിട്ട് ഫിഷിന് അയച്ചു തരാം കേട്ടോ. അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ് അവേയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കറക്റ്റായിട്ട് വിജയിച്ച ആൾക്ക് തന്നെ കിട്ടണം, അല്ലാതെ വേറെ ആൾക്ക് കിട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഗിവ് അവേയുടെ റിസൾട്ട് വരുന്നത് അടുത്ത ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒന്നുകൂടി ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അവരെ. അപ്പോൾ അവർ ആ ഒരു ബ്രീഡിങ് ചെയ്ത് ആ കുട്ടികളെ എനിക്ക് എടുക്കണം. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഞാൻ ആ ഫിഷിനെ തരുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മുടെ ഗിവ് അവേയുടെ ടൈം ഉണ്ടായിരിക്കുള്ളൂ. അതിനുള്ളിൽ തന്നെ മാക്സിമം ലൈക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോൾ ആവും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവം കഴിഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ ഒരു മാസം സമയം എടുത്തു വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം ലൈക്ക് മേടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ എന്തായാലും 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വലിയൊരു ഗിവ് അവേ തന്നെ വരുന്നതായിരിക്കും. ഞാൻ മാക്സിമം ഒരു 5 ആൾക്കെങ്കിലും സമ്മാനം കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വലിയൊരു സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം എന്തായാലും ഈ യൂട്യൂബ് വരുമാനം കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശെടുത്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, അതിന് മുമ്പേ കിട്ടുകയാണെങ്കിൽ നമുക്കതിന് കുറച്ചുകൂടി വലിയ സമ്മാനങ്ങളാക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ സമ്മാനങ്ങൾ എന്തായിരിക്കും 5000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഗിവ് അവേയുടെ സമ്മാനങ്ങൾ എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് മോണിറ്റൈസ് ആയി കാശ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ സമ്മാനങ്ങളാക്കാം. അല്ലെങ്കിൽ മോശമൊന്നും ആക്കില്ല. എന്തായാലും ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിന്നതിനും കൂടെ ഇപ്പോഴും നിൽക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.